ഓരോ ദിവസവും പുതിയ സിനിമകളെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് നമ്മൾ കാണാറുണ്ട്. അതിൽ കുറേ സിനിമകൾ നടക്കും, ചിലത് ചിലപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് നിന്നു പോവും, ചിലത് സംഭവിക്കുകയില്ല സിനിമകൾ. അപ്പോൾ അത്തരത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്തയാണ്. അത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമയെക്കുറിച്ചാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി വെള്ളി നക്ഷത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. 1994 മെയ്യിലെ ഒരു വാർത്തയാണ്. ഞാനത് വായിക്കാം. ചിത്രവർണ്ണത്തേര് അനിൽ തെളിക്കും. സിത്താര കമ്പൈൻസിന് വേണ്ടി രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്യാനിരുന്ന മോഹൻലാൽ പടം അനിൽ സംവിധാനം ചെയ്യുന്നു. ചിത്രവർണ്ണത്തേര് എന്ന് പേരിട്ടിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ രചന AK സാജൻ നിർവഹിക്കും. 7 ആർട്സ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ദൗത്യം, സൂര്യഗായത്രി തുടങ്ങിയ സിനിമകളാണ് അനിൽ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു സിനിമ രാജീവ് അഞ്ചൽ അന്ന്, ഇതിപ്പോൾ 94 വാർത്തയാണ്, അപ്പോൾ 93 അന്ന് രാജീവ് അഞ്ചൽ മോഹൻലാലിൽ വെച്ചിട്ട് ഒരു ഹിറ്റ് സിനിമ കൊടുത്തത്, ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമ. നിങ്ങൾ ഒരുവിധം എല്ലാവരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്യാനിരുന്നിരുന്ന ഒരു സിനിമ. അന്ന് മോഹൻലാലിൻ്റെ ഒരുവിധം സിനിമകളൊക്കെ 7 ആർട്സ് ആണ്. അതായത് മോഹൻലാൽ എന്ന് മോഹൻലാലിൻ്റെ തന്നെ ബാനറായിരുന്ന പ്രണവും ആർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളുടെ ഡിസ്ട്രിബ്യൂട്ടറും 7 ആർട്സ് ആണ്. 7 ആർട്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സിനിമകൾ മോഹൻലാലാണ്. അത് ഈ അടുത്ത് എവർഷൈൻ പ്രൊഡക്ഷൻസിൻ്റെ അതിൻ്റെ ഓണർ എവർഷൈൻ മണി, അദ്ദേഹം പറഞ്ഞിരുന്നു, മണിയണ്ണൻ എന്നെല്ലാവരും വിളിക്കുന്ന അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു 87 ആ സമയമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ കൂടുതൽ മോഹൻലാൽ സിനിമകൾ ചെയ്തിരുന്നു. മമ്മൂട്ടി സിനിമകൾ ചെയ്തപ്പോൾ മോഹൻലാലിൻ്റെ കൂടുതൽ സിനിമകളും 7 ആർട്സ് ആണ് ചെയ്തത്. പിന്നെ സുരേഷ് കുമാർ, മോഹൻലാലിൻ്റെ ഒരു സൗഹൃദ സർക്കിൾ അങ്ങനെയാണ് 7 ആർട്സ്. പിന്നെ നമ്മുടെ ഗാന്ധിമതി ബാലൻ, ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് 7 ആർട്സിൻ്റെ പ്രൊഡക്ഷനാണ്. മോഹൻലാലിനെ വെച്ച് ചെയ്യാനിരുന്ന രാജീവ് അഞ്ചൽ ഡയറക്റ്റ് ചെയ്യാനിരുന്നിരുന്ന സിനിമ അത് അനിലാണ് ഡയറക്റ്റ് ചെയ്യുന്ന എന്നാണ് ഇതിലെ വാർത്ത വന്നത്. അപ്പോൾ ഈ അനിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ IV ശശിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം വളരെ തിരക്കേറിയ, വളരെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു IV ശശിയുടെ. അത് കഴിഞ്ഞിട്ട് അടിവേരുകൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനാവുന്നത്. അത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയാണ്. ഒരു ഭയങ്കര ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഹൻലാലും കാർത്തികൊക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു അടിവേരുകൾ. ചിയേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി, അത് സെഞ്ചുറി ഫിലിംസും മോഹൻലാലും കൂടിയുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. അവരാണ് അടിവേരുകൾ എന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് സെഞ്ചുറി ആയിരുന്നു. അത് 86 ഇറങ്ങിയ സിനിമയായിരുന്നു. ശ്യാമിൻ്റെ മ്യൂസിക്, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. ആ സിനിമ ദാമോദരൻ മാഷാണ് എഴുതിയത്. അപ്പോൾ ആ ഒരു കൂടെയാണ് അദ്ദേഹം അനിൽ എന്ന് പറഞ്ഞ സംവിധായകനൊന്ന് പേരെടുത്തത്. അത് കഴിഞ്ഞിട്ട് അനിൽ പക്ഷേ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അതിലൊന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു സിനിമയാണ് ദൗത്യം. അതായത് അനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ ബാബു ഉണ്ട്. അനിൽ ബാബുവിൽ അനിലും ഒരു അനിലാണ്. ഡയറക്ടർ അനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അനിലിനെയാണ് ഓർമ്മ വരിക പല മലയാളികൾക്കൊക്കെ. ഇദ്ദേഹത്തെ ദൗത്യം അനിൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ദൗത്യം എന്ന് പറയുന്ന ആ ഒരു സിനിമയും അത് ഗായത്രി അശോക്, അദ്ദേഹമാണ് അതിൻ്റെ എഴുത്തുകാരൻ. പോസ്റ്റർ ഡിസൈനർ ഗായത്രി അശോകാണ് ദൗത്യത്തിൻ്റെ എഴുത്തുകാരൻ. അത് വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇംഗ്ലീഷ് സിനിമ പോലെയൊക്കെയാണ് ആ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ സുരേഷ് ഗോപി ഉണ്ട്, ഒരുപാട് പേരുണ്ട് ആ ഒരു സിനിമയിൽ. ബാബു തന്നെ ഒരു വില്ലൻ റോളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഈ ദൗത്യം തന്നെ അനിൽ തെലുങ്കിൽ ചെയ്തിട്ടുണ്ട്. ജഗപതി ബാബു ആണ് അതിൽ അഭിനയിച്ചത്. അവിടെയും ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. ഇത് കഴിഞ്ഞ് അനിൽ ചെയ്ത മറ്റൊരു സിനിമയാണ് സൂര്യഗായത്രി. ആ സിനിമ അതിഗംഭീരമായിട്ടുള്ള രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകളുണ്ട് അതിൽ. നമുക്കറിയാം റാഗിങ് എന്ന് പറയുന്ന ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട്, അതിനു മുമ്പ് അമൃതംഗമയൊക്കെ ഉണ്ടെങ്കിലും സൂര്യഗായത്രി നമ്മൾ ആ സിനിമ കണ്ടിട്ട് ഒരു ട്രാജഡിയാണ്. പക്ഷെ അതിൽ വേറൊരു തരത്തിലുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത് ജോൺ പോളാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പാർവതിയുണ്ട്, നല്ല പാട്ടുകളൊക്കെയാണ്. പക്ഷെ ആ സിനിമ അന്ന് ഫ്ലോപ്പായിരുന്നു. അത് 93 സൂര്യഗായത്രി. ആ സിനിമ ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി പോയ ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ പറയുന്ന ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഫ്ലോപ്പ് ആയതുകൊണ്ടാണോ, ഇനിയിപ്പോൾ സൂര്യഗായത്രി ഫ്ലോപ്പ് ആയതുകൊണ്ടാണോ ഡയറക്ടർ മാറിയെന്നൊന്നും അറിയില്ല. അന്നൊക്കെ സിനിമകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അന്ന് ഒരു പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു അവർക്കൊരു പവറുള്ള ഒരു സമയമായിരുന്നു. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതായത് ഇവർ തീരുമാനിക്കും. പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടറൊക്കെയാണ് ഒരു പ്രൊജക്റ്റായി തീരുമാനിക്കുക. എന്നിട്ട് ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ ഒരു സ്റ്റാറിന് അഡ്വാൻസ് കൊടുക്കുന്നു. എന്നിട്ട് ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തീരുമാനിക്കും. എന്നിട്ട് അതാര് ഡയറക്റ്റ് ചെയ്യണം തീരുമാനിക്കും. ഇങ്ങനെയൊക്കെ ഒരു പ്രൊഡ്യൂസർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഇന്ന് പിന്നെ മാറി. ഇന്ന് നമുക്കറിയാം പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് കൂടുതലും
ഫണ്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിലോട്ട് മാത്രം മാറി വരുന്ന ഒരു സമയമാണ്. ഇന്ന് താരങ്ങൾ തീരുമാനിക്കുന്നു, അവരൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു, അതിൽ ചിലപ്പോൾ താരങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ പിന്നെ എൻ്ററാവും. ഇങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ ഒരു സിനിമയുടെ രീതി. പക്ഷെ അന്ന് ഇങ്ങനെയൊന്നും അല്ല. അന്ന് ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ചിത്രവർണ്ണത്തേര് എന്ന് പറയുന്ന ഈ ഒരു സിനിമ AK സാജനാണ്. അന്ന് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമയും എഴുതിയിരിക്കുന്ന ആളാണ് AK സാജൻ. അപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ ഡയറക്ടർ രാജീവ് അഞ്ചലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് AK സാജൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ അനിൽ ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്നിരുന്ന ഒരു സിനിമ ഒരു പക്ഷേ സൂര്യഗായത്രി ഫ്ലോപ്പ് ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ഹിറ്റ് കോംബോ ആയ ബട്ടർഫ്ലൈസിൻ്റെ ഡയറക്ടറായ രാജീവ് അഞ്ചലിനെ ഇതിലോട്ട് പ്രൊഡ്യൂസർ കൊണ്ടുവന്നിട്ട് രാജീവ് അഞ്ചൽ AK സാജൻ മോഹൻലാൽ കൂട്ടുകെട്ടുള്ള സിനിമ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. പക്ഷേ ഈ ഒരു സിനിമയും സംഭവിച്ചില്ല. ഈ അനിൽ അതിനുശേഷം പിന്നീട് ഗംഗോത്രി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. പക്ഷേ അതിനുശേഷം പിന്നെ സിനിമകളും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് വീണ്ടും മോഹൻലാലും അനിലും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിരുന്നു. അത് അന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. 33 വർഷങ്ങൾക്ക് ശേഷം ദൗത്യം അനിലും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനെക്കുറിച്ചും പിന്നീട് ഒന്നും കേട്ടിട്ടില്ല. ആ സമയത്ത് മോഹൻലാൽ എനിക്ക് തോന്നുന്നു എമ്പുരാനും അതുപോലെ തന്നെ കുറച്ച് സിനിമകളുടെയൊക്കെ വലിയ വലിയ സിനിമകളുടെയൊക്കെ തിരക്കുള്ള ഒരു സമയം, റാം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. എന്തായാലും ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങളന്ന് വായിച്ചത് ഓർമ്മ ഉണ്ടെങ്കിൽ, അതുപോലെ എന്തുകൊണ്ട് ആ സിനിമ നടന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ദൗത്യമൻ എന്ന് പറഞ്ഞ സംവിധായകനെ കുറിച്ച് വളരെ ചുരുക്കം സിനിമകൾ മാത്രം ചെയ്ത, മികച്ച സിനിമകൾ ചെയ്ത അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഒരു സംവിധായകനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.